ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. യഥാർത്ഥ സ്നേഹം ഒരാളുടെ യോഗ്യതകൾ നോക്കി നൽകുന്നതല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നൽകുന്നതാണ്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഭൗതിക സ്നേഹങ്ങൾക്കെല്ലാം നിബന്ധനകളോ പ്രതീക്ഷകളോ ഉണ്ടാകാറുണ്ട്. എന്നാൽ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ഈശോയുടെ സ്നേഹം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ബലഹീനതകളും പരാജയങ്ങളും തെറ്റുകളും അറിഞ്ഞിട്ടും നമ്മെ ചേർത്ത് പിടിക്കുന്ന സ്നേഹമാണത്. തിരുവചനം പറയുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. അതെ, മനുഷ്യന്റെ അവസ്ഥകളും സാഹചര്യങ്ങളും മാറിയാലും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും മാറുന്നില്ല. ഇതാണ് തിരുഹൃദയത്തിൻ്റെ ഹൃദയ സന്ദേശം. ഇന്നത്തെ ലോകത്തിൽ പലരും വലിയ ഏകാന്തതയിലൂടെയാണ് കടന്നു പോകുന്നത്. അനേകം ബന്ധങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടും നമ്മൾ ഉള്ളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. ലോകം പലപ്പോഴും ഒരാളെ വിലയിരുത്തുന്നത് അവരുടെ വിജയങ്ങളെയും കഴിവുകളെയും അടിസ്ഥാനമാക്കിയാണ്. വീണുപോകുന്നവരെ സ്വീകരിക്കാൻ അതിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ യേശുവിൻ്റെ ജീവിതം നമ്മെ മറ്റൊരു വഴി പഠിപ്പിക്കുന്നു. തൻ്റെ ഗുരുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് വലിയ കുറ്റബോധത്തോടെ നിന്ന പത്രോസ് ലീഹയെ ഈശോ മാറ്റി നിർത്തിയില്ല. അവിടുന്ന് അവനെ തിരികെ വിളിക്കുക മാത്രമല്ല, സഭയെ നയിക്കാനുള്ള വലിയൊരു ദൗത്യം ആ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ഹൃദയം നമ്മുടെ തെറ്റുകളുടെ കണക്കല്ല, നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഈ തിരുഹൃദയ വണക്കമാസത്തിൽ ആ നിബന്ധനകളില്ലാത്ത സ്നേഹത്തിലേക്ക് നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. മനുഷ്യരുടെ സ്നേഹം ചിലപ്പോൾ മാറിപ്പോകാം, നിരാശപ്പെടുത്താം. എന്നാൽ ഒരിക്കലും മാറാത്ത ഈശോയുടെ സ്നേഹത്തിൽ വേരൂന്നുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥ സമാധാനവും പ്രത്യാശയും കണ്ടെത്താൻ കഴിയും. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, ദൈവമേ, അങ്ങയിൽ വിശ്രമിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കും. നമ്മുടെ മൂല്യം മറ്റുള്ളവരുടെ അംഗീകാരത്തിലല്ല, നമ്മെ പൂർണ്ണമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ഹൃദയത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോയുടെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഹൃദയത്തിന് ജീവിതത്തിലെ വീഴ്ചകൾ ഒരിക്കലും അവസാനമല്ല, മറിച്ച് അവ പ്രത്യാശയുടെ പുതിയ വഴികളാണ്. വിശുദ്ധ മേരി അലക്കോക്ക് ഓർമ്മിപ്പിക്കുന്നു, ഈശോയുടെ തിരുഹൃദയം ആകുന്ന സമുദ്രത്തിലേക്ക് നിങ്ങളുടെ എല്ലാ ആശങ്കകളും എറിഞ്ഞുകളയുക. അവിടെ സമാധാനമല്ലാതെ മറ്റൊന്നില്ല. തിരുഹൃദയം ഏവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.